എറണാകുളം അസിസ്റ്റന്റ് കളക്ടറായി കഴിഞ്ഞ ദിവസം ചുമതലയേറ്റ അമ്പലപ്പുഴക്കാരി പാർവതി ഗോപകുമാറിന്റെ IAS നേട്ടം മലയാളികൾക്കാകെ പ്രചോദനമായിരിക്കുകയാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുണ്ടായ അപകടത്തിൽ വലംകൈ നഷ്ടപ്പെട്ട പാർവതി 282ാം റാങ്ക് നേടിയാണ് സിവിൽ സർവീസ് നേടിയെടുത്തത്. സ്വപ്നങ്ങളെയും മനോധൈര്യത്തെയും തന്റെ ഇടതുകൈയിൽ മുറുകെ പിടിച്ചുള്ള പോരാട്ടത്തിനൊടുവിൽ പാർവതി ഇനി എറണാകുളം അസിസ്റ്റന്റ് കളക്ടർ. ഇടം കൈകൊണ്ട് സിവിൽ സർവീസ് പരീക്ഷ എഴുതി IAS നേടിയ അമ്പലപ്പുഴക്കാരി പാർവതി ഗോപകുമാർ എറണാകുളം അസിസ്റ്റന്റ് കളക്ടറായി ചുമതലയേറ്റു. മാത്രമല്ല, നടിയും നർത്തകിയുമായ ദേവി ചന്ദന ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. പ്രൗഡ് മൊമെന്റ് ഫോർ അവർ ഫാമിലി എന്ന് കുറിച്ചുകൊണ്ടാണ് പാർവതിയുടെ ചിത്രം ദേവി ചന്ദന പങ്കുവച്ചത്. നമ്മുടെ കുടുംബത്തിന്റെ അഭിമാന നിമിഷമിതെന്നാണ് ദേവി ചന്ദന കുറിച്ചത്. ഇതോടെയാണ് പാർവതിയും ദേവി ചന്ദനയും ബന്ധുക്കളാണെന്ന വിവരം ഏവരും അറിയുന്നത്. കുഞ്ഞനുജത്തിയുടെ നേട്ടത്തിൽ ഏറെ സന്തോഷത്തോടെയാണ് ദേവി ചന്ദന സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ആലപ്പുഴ കളക്ടറേറ്റിലെ തഹസിൽദാർ ഗോപകുമാറിന്റെയും അധ്യാപിക ശ്രീകല S നായരുടെയും മകളാണ്. സഹോദരി രേവതി തിരുവനന്തപുരം ഐസറിൽ വിദ്യാർത്ഥിനിയാണ്. പാർവതി പുതിയ പദവിയിൽ ചുമതലയേൽക്കുന്നതിന്റെ സാക്ഷ്യം വഹിക്കാൻ കുടുംബാംഗങ്ങളും കളക്ടറേറ്റിൽ എത്തിയിരുന്നു. 2010 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴുണ്ടായ അപകടത്തിൽ പാർവതിയുടെ വലതുകൈ നഷ്ടമാകുന്നത്. കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ പാർവതിയുടെ വലതുകൈ മുട്ടിന് താഴെ വെച്ച് മുറിച്ചു മാറ്റി. ഈ സ്ഥാനത്ത് കൃത്രിമ കൈയാണ് ഇപ്പോഴുള്ളത്. ഇടം കൈ ഉപയോഗിച്ചായിരുന്നു പാർവതിയുടെ തുടർന്നുള്ള പഠനം. എഴുതാനടക്കം ഇടതുകൈയായിരുന്നു കരുത്ത്. പഠനത്തിൽ മിടുക്കിയായ പാർവതി തന്റെ 2ാമത്തെ ശ്രമത്തിലാണ് സിവിൽ സർവീസ് റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചത്.